ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു നൈറ്റി പീസും ഒരു ബ്ലൗസ് പീസുമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യം ഈ നൈറ്റി പീസ് നിവർത്തിയിടാം. 4 മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് കറക്റ്റ് വരച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 45 ഇഞ്ചാണ്. തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് ഈ 45 ഇഞ്ച്. 1.5-2 ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് കൂട്ടണം. എന്നിട്ട് നമ്മളത് അടയാളപ്പെടുത്തുന്നു ഈ 45 ഇഞ്ച്. എന്നിട്ട് സ്കെയിൽ വെച്ച് അവിടെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഷോൾഡർ ഷോൾഡർ 6.5 ഇഞ്ചാണ്. നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടും. എന്നാണ് ഞാൻ ബ്ലൗസ് പീസ് അവിടെ സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്ത് ചേർക്കുമ്പം 1 ഇഞ്ച് അധികത്തിൽ കൊടുക്കണം, എന്നാലേ തയ്യൽ തുമ്പ് വരുന്നതിന് വേണ്ടി. അങ്ങനെ നമ്മൾ അവിടെ 7.5 ഇഞ്ച് കൊടുക്കും. 6.5 ഇഞ്ചേ ഉള്ളൂ ഷോൾഡർ, അപ്പോൾ 1 ഇഞ്ച് കൂടെ അധികത്തിൽ കൊടുക്കും. താഴോട്ട് 6.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കൈക്കുഴിയുടെ. എന്നിട്ട് നമ്മൾ അത് കറക്റ്റ് അവിടെയും 6.5 ഇഞ്ച് ഉണ്ടോ 7.5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ടതൊരു ലൈൻ വരച്ചെടുക്കും. എന്നിട്ട് ഈ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെയും നമ്മൾ 9.5 ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം, അതിൻ്റെ കൂടെയും അവിടെ 1 ഇഞ്ച് കൂട്ടും. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടും. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് താഴോട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം തയ്യൽ തുമ്പ് വേണം. എന്നിട്ട് നമ്മളവിടെ സെൻറ്റർ അടയാളപ്പെടുത്തി കൈക്കുഴിയും അടയാളപ്പെടുത്തുന്നു. ഇനി വേസ്റ്റ് ഇറക്കം 14 ഇഞ്ചാണ്, 14 ഇഞ്ച്, അതവിടെ അടയാളപ്പെടുത്തുന്നത്. സിറ്റ് ഇറക്കം 21 ഇഞ്ചാണ്, അതും അവിടെ അടയാളപ്പെടുത്തുന്നത്. ഇനി വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. 8ൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ കൂട്ടുന്നു. പിന്നെ 2 ഇഞ്ച് തയ്യൽത്തുമ്പ്. പിന്നെ സിറ്റ് വണ്ണം 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 കൂട്ടുന്നു. തയ്യൽത്തുമ്പ് 1 ഇഞ്ച് കൂട്ടുന്നു. അവിടെ 1 ഇഞ്ച് മതി തയ്യൽത്തുമ്പ്. പിന്നെ ഇനി ബോട്ടം ഭാഗം അവിടെ 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുന്നു. പിന്നെ അവിടെയും 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടുന്നു. അപ്പോൾ 13 ഇഞ്ച് നമ്മൾ അപ്പം അവിടെ ഇതെല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റണം. അത് 4.5 ഇഞ്ച് വീതം താഴറ്റം വരെ, ഷോൾഡറിൻ്റെ അവിടെ മുതൽ താഴെ ബോട്ടം ഭാഗം വരെ അടയാളപ്പെടുത്തണം. 4.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ആ 4.5 ഇഞ്ചാണ് നമ്മൾ ആ മറ്റേ ബ്ലൗസ് പീസ് ചേർക്കുന്നത്. അപ്പോൾ ആ 4.5 ഇഞ്ച്, അതിനു വേണ്ടിയാണ് നമ്മൾ 1 ഇഞ്ച് അധികത്തിൽ തയ്യൽ തുമ്പ് കൊടുത്തത്. 1/2 ഇഞ്ചായാലും മതി തയ്യൽ തുമ്പ്. പിന്നെ ഞാൻ ഒരു ഇതിന് വിശ്വാസത്തിനുണ്ട്. ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഇനി ഇതും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഈ ഫുള്ള് വീഡിയോ വരും. ഇത് ഇപ്പം ഒരു കട്ട് ചെയ്യുന്ന ഭാഗം മാത്രമാണ് ഇതിട്ട്. ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ആ തുണി കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ തയ്ച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ നമ്മൾ ഈ സ്ലീവും കൂടെ വെട്ടുന്നു. ഇനി അടുത്ത ഭാഗത്ത് ബാക്കി. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും, ഇതിനകത്ത് ഞാൻ ലൈനിങ് ഇല്ലാതെയാണ് കട്ട് ചെയ്തത്. അപ്പം പിന്നെ അത് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ നെക്കും വെച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ലൈനിങ് വേണമെന്നില്ല പറഞ്ഞു. എല്ലാവരും അങ്ങ് പറഞ്ഞത് ശരിയല്ല, ലൈനിങ് ഇല്ലാതെ. അങ്ങനെ ഞാൻ നെക്ക് വെച്ചതിന് ശേഷം അതിനകത്ത് ലൈനിങ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തതും കൂടെ ഉള്ളൊരു വീഡിയോ ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണുക.